എത്ര വയസ്സുണ്ട് ഇപ്പം? എനിക്ക് 73 വയസ്സേ ഉള്ളൂ. 73 വയസ്സേ ഉള്ളൂ കേട്ടോ. അമ്മ നമുക്ക് ഒരു പാട്ട് കൂടെ പാടിയാലോ? പാടാം. പാട്. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്ത പൗർണമിനി. അമ്മ ചിരിക്കുന്നില്ല കേട്ടോ, അമ്മ ചിരിക്കുന്നില്ല. ഞാൻ അന്നേരത്തോടെ എനിക്ക് അമ്മ ചിരിക്കുന്നു. നീ കണ്ടായിരുന്നോ? രണ്ടുപേരും പറയാൻ വെച്ച് ഉറക്കെ പറയണം കേട്ടോ സംസാരിക്കുമ്പോ. സംവിധാനം ചെയ്തു തരണം. സംവിധാനോ? എങ്ങനെ ഇങ്ങനെ പറയണോ? അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം അല്ലേ? തുടങ്ങിയാലോ? ഈ അമ്മയെ പറ്റി തന്നെ തുടങ്ങാം. അമ്മയെ പറ്റി തന്നെ തുടങ്ങും. ഈ അമ്മയുടെ ചോദിച്ചാൽ അത് ആ അമ്മ തന്നെയാണോ? കാരണം ചക്കയും കൊണ്ടുപോകുമ്പോൾ ആണുങ്ങളാണ്. എത്ര വയസ്സ് പറഞ്ഞു? 73 വയസ്സുള്ള അമ്മ ചക്കയായിട്ട് പോകുന്ന കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യം കൂടെ കുഞ്ഞു ശ്രീദേവി അമ്മ. ഈ അമ്മ ഭയങ്കര സംഭവമാണ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇല്ലേ? അടിപൊളിയായിട്ട് പടം വരയ്ക്കും, പിന്നെന്തുവാ കവിത ചൊല്ലും, 2ാം ക്ലാസ് തൊട്ട് 3ാം ക്ലാസ് വരെയുള്ള പാട്ടുകൾ പാടും. പിന്നെ 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 എന്തോന്ന് പറഞ്ഞാൽ പല കലാതിലകം. ശ്രീദേവി അമ്മ ആദ്യം പറഞ്ഞ എന്തുവാ? എന്നെ കുറിച്ച് ആദ്യം ഒന്നും പറയരുത്, ഈ അമ്മയെ കുറിച്ചേ പറയാവൂ. കുശുമ്പാട്ടോ, ഭയങ്കര കുശുമ്പാ. കാരണം ഞാൻ പാട്ട് പാടും ഇല്ലേ? ഇനി ഇപ്പൊ അമ്മയെ കൊണ്ട് ഞാൻ അമ്മയുടെ കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. അമ്മ പല വേദികളിലും നല്ല സുന്ദരമായ പഴയ സിനിമാ പാട്ടുകൾ പാടും. പക്ഷെ അമ്മ 12 വർഷം മുമ്പ് 2012 ഈ അമ്മയുടെ പാട്ട് ഞാൻ കേൾക്കുന്നത് ശ്രീശക്തി വെച്ച്. അന്ന് മുതൽ എനിക്ക് ഈ അമ്മയുടെ പാട്ടിൽ നിന്നാണ് എനിക്കും കവിതയൊക്കെ ചൊല്ലണം, ഇതേപോലെ ഒരു രംഗത്ത് എത്തണമെന്നൊക്കെ എനിക്കും തോന്നി. അങ്ങനെ എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല. പക്ഷെ പാട്ട് പാടും ഞാൻ. പക്ഷെ പാടി ഒരു നടുക്ക് വരുമ്പോ സംഗതി കുശുമ്പ്. എന്നോട് കഴിഞ്ഞ ട്രിപ്പ് പറഞ്ഞു ഈ അമ്മ പാടുന്നാണെങ്കിൽ എനിക്ക് ഒരിക്കലും പാടാൻ പറ്റത്തില്ല. അതേസമയം അമ്മ പാടുന്ന അമ്മ നസീർ ഷീലയൊക്കെ അഭിനയിച്ച സിനിമയിലെ പാട്ടുകളൊക്കെ പാടിയ നല്ലതാ, കേൾക്കാനും കൊള്ളാം. എന്റെ പൊന്നെ, അമ്മയുടെ പേര് പറഞ്ഞില്ല. എന്റെ പേര് രത്നമ്മ. രത്നമ്മ അമ്മേ ഒരു പാട്ട് പാടാവോ? ഏത് പാട്ടാ പാടുന്നത്? എല്ലാരും ഞെട്ടിക്കാൻ പാടുന്നത് അയാള് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെ ഞാൻ പാടുക. മാത്രമല്ല ഞാൻ പഞ്ചായത്തിൽ ഞങ്ങളുടെ കുടുംബശ്രീയിലെ ആദ്യ വർഷം പിന്നെ അവിടെ പാടിയപ്പോ ഞങ്ങളുടെ 2012 സുജാ ചന്ദ്രബാബു ആയിരുന്നു അന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ അവര് അവിടെ വന്നപ്പോ ഞങ്ങളുടെ കുടുംബശ്രീ ഒറ്റയ്ക്കുള്ള ഞങ്ങളുടെ ഗ്രൂപ്പ് മാത്രം ഉള്ള വാർഷികമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈശ്വര പ്രാർത്ഥനയും എല്ലാം പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു മടിയാ. അപ്പൊ ഞാനാണ് ആ ഗ്രൂപ്പിൽ ഇച്ചിരി മുതിർന്നത്. എനിക്ക് 73 വയസ്സേ ഉള്ളൂ. 73 വയസ്സേ ഉള്ളൂ കേട്ടോ. അപ്പോഴവിടെ ഞാൻ അങ്ങനെ ഈശ്വരാർത്ഥന ചൊല്ലി. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴും മേഡം തന്നെ എല്ലാം കഴിഞ്ഞപ്പോ ചേച്ചി ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു 4 പേര് മുമ്പിൽ പാടുന്നതാ. മയക്കൊന്നുമില്ല. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ശരി തന്നെ സുജാ ചന്ദ്രബാബുവിനെ അവരെ ആദ്യമായിട്ട് ഞാൻ കാണുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. അങ്ങനെ ഞാൻ അവര് പറഞ്ഞൊരു പാട്ട് പാടി. അവര് പറഞ്ഞാണ് ഞാനൊരു പാട്ട് പാടിയത്. അതിനുശേഷം അവരെന്നെ തൊഴിലുറപ്പും കഴിഞ്ഞിട്ട് മഹിളാ സമാജം ഒരു 3 മാസം ഇങ്ങോട്ട് വന്നപ്പോ കാണാം ഈ നമ്മട്ടിയും സഞ്ചിയും ഈ തോർത്തും എല്ലാം തോളയിലുണ്ട്. തൊഴിലുറപ്പിന് പോയിട്ട് വന്ന കേട്ടോ. വൈകിട്ട് ജീപ്പിനകത്ത് അവരൊക്കെ ഇവിടെ മഹിളാ സമാജത്തിന് ജീപ്പിനകത്തിൽ അവിടെ ആ റോഡിന്റെ അവിടെ വന്നിറങ്ങി എന്നെ കൈയാട്ടി വിളിച്ച് കൈ പിടിച്ച് വിളിങ്ങി. അപ്പോഴത്തേക്ക് ഞാനൊരു പാട്ട് പാടിയേ വെക്കൂ. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും കിളച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അത് പറ്റത്തില്ല ചേച്ചി എങ്ങനെയായാലും ഒന്ന് പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരവും 2 പാട്ട് പഠിച്ചു. അവർക്ക് എന്നെ എവിടെ വെച്ച് കണ്ടാലും എന്തോ ഞാൻ വലിയ സംഭവം ഒന്നും അല്ല, പക്ഷെ അവർക്ക് എന്തോ വലിയ ഇഷ്ടം. ടെമ്പോവും പാടിലോറൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല. അമ്മ അടിപൊളി പാട്ടും പാടിയാ മതി. ശരി, ഞാൻ പാടുന്നത് 1966 ഇറങ്ങിയ പുറത്തിറങ്ങിയ പടം സ്ഥാനാർത്ഥി സാറമ്മ. നസീർ സാറും ഷീല മേഡം ആയിരുന്നു അഭിനയിച്ചു. മെയിൻ നടന്മാർ അവരായിരുന്നു. അതിന്റെ കൂടെ പങ്കജവല്ലി, അടൂർ പാസി, വെള്ളിക്കോട് ഭാസ്കരൻ, VK പിള്ള ഇവരൊക്കെ ഉണ്ടായിരുന്നു. അക്കരെ പച്ചയിലെ അഞ്ജന ചോലയിലെ 1000 ഇതളുള്ള പൂവേ ആർക്ക് വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. അക്കരെ പച്ചയിലെ അഞ്ജന ചോലയിലെ 1000 ഇതളുള്ള പൂവേ ആർക്ക് വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. എത്ര വർഷം മുമ്പുള്ള പാട്ടമ്മയത്? 1966. പിന്നെ ഈ അമ്മ ടിവിയിലൊക്കെ ഈ പാട്ട് കേൾക്കുന്നുണ്ട് ഇപ്പം? ചിലപ്പോഴൊക്കെ മിക്കവാറും കേൾക്കാറുണ്ടല്ലേ? അതുകൊണ്ട് മറക്കുന്നില്ല. ഇല്ലില്ല. പിന്നെ ശ്രീദേവി അമ്മയാണ് അമ്മയെ പരിചയപ്പെടുത്തിയ കേട്ടോ. പറയാ എനിക്ക് ഒരു അമ്മ അറിയാം, എന്നോട് ജോലി ചെയ്യുന്നത്. ഏത് ജോലിയാന്ന് വെച്ചാൽ തൊഴിലുറപ്പിന് വരുന്നേ. ആ അമ്മ അടിപൊളിയായിട്ട് പാട്ട് പാടും. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എത്ര വിചാരിച്ചിട്ട് അമ്മ പാടുന്ന കണക്ക് പറ്റുന്നില്ല. ഇപ്പോഴും പാടിയത് പറ്റിയോ പറ്റിയില്ലയോ നീ പറ. അമ്മ അടിപൊളിയായിട്ട് പാടി. പിന്നെ എന്തോ പറയാനുള്ളത്?
വേറെ പാട്ടുകൾ പറുദീസയിലെ പകുതി വിരിഞ്ഞൊരു പാതിരാമലർ തേടി പറുദീസയിലെ പകുതി വിരിഞ്ഞൊരു പാതിരാമലർ തേടി ഈ വഴിയരികിൽ വന്നു നിൽക്കുമോരിടയ പെൺകൊടി ഞാൻ ഇടയ പെൺകൊടി ഞാൻ അക്കരെ പച്ചയിലെ അഞ്ജന ചോലയിലെ ആയിരമിതളുള്ള പൂവേ ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. അമ്മ ഇപ്പം നിലവില് ഞാൻ വരാൻ നേരത്തെ അമ്മ ഒരു ചക്കയും കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോ ഞാൻ ഒരാണാണോ ഒരു സംശയം പിറകിൽ നിന്ന് നോക്കിയപ്പോ ഉള്ളത് എനിക്ക് തോന്നിയ കാര്യം. ഞാൻ പ്രവീൺ അടുത്ത് പറഞ്ഞു, എന്റെ ക്യാമറമാൻ പ്രവീൺ അവനടുത്ത് പറയണ ആ അമ്മയാണോ പോകുന്നത് സംശയമുണ്ട്. ഈ അമ്മയടുത്ത് ചോദിച്ചു അത് ആ അമ്മ ആണോ, കാരണം ചക്കയും കൊണ്ട് പോകുമ്പോൾ ആണുങ്ങളാണ്. എത്ര വയസ്സ് പറഞ്ഞു? 73 വയസ്സുള്ള അമ്മ ചക്കയായിട്ട് പോകുന്ന കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന്റെ ബാക്കി പാടണോ അതോ ഇവിടെ നിർത്തണോ? ബാക്കി പാടാം. നമുക്ക് വേറെ പുതിയ പാട്ട് അറിയാവോ? ഇല്ല, പഴയ സിനിമയിലെ പാട്ടേ അറിയാം. പുതിയൊന്നും അറിയില്ല. പുതിയത് അറിയത്തില്ലെന്നല്ല, സിനിമ പുസ്തകം ഞാൻ എടുത്ത് അങ്ങനെ നോക്കാറില്ല. പുതിയ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ പാട്ടിനെ കുറിച്ചൊക്കെ? ഇപ്പോഴത്തെ പാട്ട് എനിക്ക് അത്ര പോരാ എന്നും പറഞ്ഞോണ്ട് അമ്മയെ കൊണ്ട് ഞാൻ ഒരു പാട്ട് പഠിക്കുന്നുണ്ട്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴുകിയോ നീ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴുകിയോ നീ. വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴുകിയോ നീ. അത് കാണാതെല്ലാം അറിയത്തില്ല. പിന്നെ അതിനകത്ത് ബാക്കി എല്ലാം പറയാം, അതിന്റെ എല്ലാം മുഴിപ്പിക്കാൻ അറിയത്തില്ല. പുസ്തകമുണ്ട്, ഞാൻ അതെല്ലാം അങ്ങനെ നോക്കാറില്ല. ഈ സ്ഥലപ്പേരൊക്കെ പറയാമോ അമ്മയെന്ന്? ഇത് പനയഞ്ചേരി. അറിയുന്ന പാട്ടുകൾ പാടുകയല്ലേ? എന്റെ വീട്ടിൽ ഞാനും എന്റെ ഇളയ മോനും അവന്റെ ഭാര്യയും 2 കൊച്ചുങ്ങളും. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? മക്കള് ഞാൻ പറഞ്ഞില്ലേ, മൂത്തയാള് ഒരു പ്രൈവറ്റ് ബാങ്കിൽ പോവുക, രണ്ടാമത്തെ ആളും ഇവിടുത്തെ ആളും ഓട്ടോ ഓടിക്കുവല്ലേ. ഓക്കെ. ഇപ്പൊ നിലവിൽ ഇപ്പൊ എത്ര വർഷം കൊണ്ട് അമ്മ പാട്ട് പാടുന്നുണ്ട്? ഇപ്പം ഞങ്ങളുടെ കുടുംബശ്രീ തുടങ്ങിയിട്ട് 1992 തുടങ്ങിയതാ. 1992. ഞാൻ ജനിച്ചിട്ടില്ല. അന്ന് തൊട്ടേ വാർഷികം തുടങ്ങുമ്പോ NSS-ലും പിന്നെ പഞ്ചായത്തിലും കുടുംബശ്രീയിലും എല്ലാം പാടും. ആണല്ലേ? നല്ല സൗണ്ട് കേട്ടോ അമ്മയുടെ. അമ്മ ചിരിക്കുന്നില്ല കേട്ടോ, അമ്മ ചിരിക്കുന്നില്ല. ഞാൻ അന്നേരത്തോടെ എനിക്ക് അമ്മ ചിരിക്കുന്നു കണ്ടായിരുന്നോ? അത് ഞാൻ ചോദിച്ചു, അത് ഞാൻ ചോദിക്കാൻ വന്നത് കേട്ടോ. തിരുപ്പതി പോയി മുടിയെടുത്തില്ല, പഴനി പോയി മുടിയെടുത്തില്ലേ? നമ്മളെ ചക്ക പറഞ്ഞു പിന്നെ അമ്മ ഇടയ്ക്ക് പാട്ട് മുഴിപ്പിക്കണോ ചോദിച്ചില്ല, അന്നേരം ഞാൻ വിട്ടുപോയതാ. അതെന്താ മുടിയെടുത്ത കാരണം ചോദിക്കാൻ വന്നതായിരുന്നു. അമ്മ ഈ സ്ഥലപ്പേര് ഒന്ന്? കൊല്ലം ജില്ലയിൽ അഞ്ചൽ പനയഞ്ചേരി. ഓക്കെ. അമ്മ നമുക്ക് ഒരു പാട്ട് കൂടെ പാടിയാലോ? പാടാം. പാട്. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ തേടി വരുന്നു വസന്ത പൗർണമിനി. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ തേടി വരുന്നു വസന്ത പൗർണമിനി.